അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിൽ മലർമിസ്സായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നടിയാണ് സായി പല്ലവി. ആദ്യ സിനിമയിലൂടെ തന്നെ വലിയ ജനസ്വീകാര്യത നേടിയ താരം ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ മികച്ച നടിമാരിൽ ഒരാളാണ്. 2015 പുറത്തിറങ്ങിയ പ്രേമത്തിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായ കലിയിൽ അഭിനയിച്ച സായി പല്ലവി പിന്നീട് ഫിദ ഉൾപ്പെടെ നിരവധി തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചു. മാരി ടു, ഗാർഗി, അതിരൻ, പാവകഥ, ശ്യാംസിത റോയ് തുടങ്ങിയവ താരത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. രാജ്കുമാർ പെരിയസ്വാമിയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ അമരൻ എന്ന ചിത്രത്തിൽ സായി പല്ലവി അവതരിപ്പിച്ച ഇന്ദു റെബക്ക വർഗീസ് എന്ന കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയപ്പെട്ടിരുന്നു. സിനിമയിലെ പ്രകടനത്തിന് സായി പല്ലവിക്ക് കഴിഞ്ഞ ദിവസം ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. ഇപ്പോഴത്തെ താരത്തിന് ലഭിച്ച അവാർഡുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. തൻ്റെ 10 വർഷത്തെ സിനിമാ കരിയർ ഏഴാമത്തെ ഫിലിംഫെയർ അവാർഡാണ് അമരനിലൂടെ സായി പല്ലവി സ്വന്തമാക്കിയത്. കേവലം 11 നോമിനേഷനിൽ നിന്നാണ് മലയാളം, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കുന്ന ന്യൂജൻ ആക്ടർ എന്ന നേട്ടം ഇനി സായി പല്ലവിക്ക് സ്വന്തമാണ്. പ്രേമത്തിന് മികച്ച പുതുമുഖ നടിക്കുള്ളതായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫിദ, ലവ് സ്റ്റോറി എന്നീ സിനിമകൾക്ക് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കി. വിരാട പർവ്വതത്തിലെ മികച്ച ക്രിട്ടിക്സ് അവാർഡ് നേടിയപ്പോൾ ശ്യാം സിംഗ് റോയി ഗാർഗി, അമരൻ എന്ന സിനിമകളിലെ മികച്ച നടിക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കി. 7 ഫിലിംഫെയർ അവാർഡുകൾ കൂടാതെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 3 സൈമ അവാർഡുകൾ, തമിഴ്നാട് സർക്കാർ നൽകുന്ന പരമോന്നത സാംസ്കാരിക ബഹുമതിയായ കലാമണി പുരസ്കാരവും സായി പല്ലവി നേടിയിട്ടുണ്ട്. വെറുതെ സിനിമകളിൽ വന്ന് ഒന്ന് തല കാണിക്കാൻ മാത്രമല്ല, കഥാപാത്രമാവാത്ത അഭിനയ പ്രാധാന്യമുള്ളതും സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ വേഷങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് സായി പല്ലവിക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിയുന്നു എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. പ്രേമത്തിലെ മലർമിസ്സും ഫിദയിലെ ഭാനുമതിയും അമരത്തിലെ ഇന്ദു റെബക്ക വർഗീസുമെല്ലാം അത്തരത്തിൽ ജനമനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ്.